ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം ദേ കിടക്കണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനുകളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ടൈഗർ എന്നും ഫ്ലവർ എന്നൊക്കെ പറയോട്ടെ. ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മീറ്റ് മാത്രം എടുത്ത് മഞ്ഞപ്പൊടിയിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടലിൽ നല്ല ചൂടാണ്ട, പുറത്തൊക്കെയാണ് എല്ലാവരും കിടക്കണം. ആവശ്യത്തിന് സവാള എല്ലാം അരിഞ്ഞെടുത്ത് വേവിച്ച ചെമ്മീൻ മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോയാണ്. എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, അധികം മസാലകളൊന്നും ഇട്ട. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെമ്മീനില്ലേ, ഉപ്പിൽ വേവിച്ച ചെമ്മീൻ ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കുള്ളൂ. ഇത്രേ ഉള്ളൂ, സോ സിമ്പിൾ. അപ്പൊ കുറച്ച് മോരുകറിയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറും മോരുകറിയും അതുപോലെ ചെമ്മീൻ റോസ്റ്റാണ് നമുക്ക് ഇന്ന് ഭക്ഷണത്തിനിട്ട. ചെമ്മീനും ഞണ്ടൊക്കെ കഴിച്ച് അലർജി ഉള്ളവരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്താണ് കാരണം എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പലവരുടെയും ഹോസ്പിറ്റൽ കേസിന്റെ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് അലർജി ഉള്ളവർ അങ്ങനെ കൂട്ടാതിരിക്കാട്ടോ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാം. അപ്പൊ അതേ നല്ല അടിപൊളി മോര് കറിയും അതുപോലെ നല്ല തൂവെള്ള ചൂട് ചോറും, നല്ല വെയിലാണ്ട കടലിൽ, പിന്നെ നല്ല സൂപ്പർ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും കൂടിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാനായിട്ട് പോകേണ്ടത്. നോക്കിയേ, ഈ ഒരു കടലൊക്കെ കണ്ടത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ടുണ്ടല്ലോ, വേറെ ലെവലാണ്. ഒരു ഹോട്ടലിലും കിട്ടില്ലത്.